പുഡിംഗ് തയ്യാറാക്കാനായി ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായി 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഗോൾഡൻ നിറമാവുന്നത് വരെ നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഒരുപാട് ഡാർക്ക് കളർ ആവരുത്, അങ്ങനെയാകുമ്പോൾ കയ്പ്പ് വരും. പഞ്ചസാര ഇതവിടെ കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇനി നമുക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് തയ്യാറാക്കാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് ഈ കാരമലൈസ് ചെയ്ത ഷുഗർ മാറ്റണം. അതിന് മുമ്പായിട്ട് ഈ പാത്രം നന്നായിട്ട് ബട്ടർ വെച്ച് ഞാനൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും. ഇനി നമുക്ക് കസ്റ്റർഡ് മിക്സ്ചർ റെഡിയാക്കി എടുക്കണം. അതിനായി 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതിൻ്റെ മിക്സ്ചർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സ്ചർ അവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായി ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. പാല് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കസ്റ്റർഡ് മിക്സ്ചർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അത്യാവശ്യം കട്ടിയായി വരണം. ഈ കൂട്ട് പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ദാ ഈ ഒരു കട്ടിയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇനി നമുക്കിത് നേരത്തെ പഞ്ചസാര കാരമലൈസ് ചെയ്ത് എടുത്തു വച്ചിരുന്ന അതേ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കൂട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കണം. അതിനായി ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ യൂസ് ചെയ്താലും മതിയാവും. അല്ലെങ്കിൽ ആവി കയറ്റുമ്പോൾ ഇതിലേക്ക് വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഇതൊന്ന് അടച്ചു വെച്ച് കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും ചെറു തീയിലിട്ട് ആവി കയറ്റിയെടുക്കണം. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. പുഡിംഗ് ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂട് ചെറുതായി ഒന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പാത്രത്തിൽ നിന്ന് പിടിച്ചെടുക്കാം. ചൂട് ഏകദേശം ആറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ കത്തി വെച്ച് പതുക്കെ ഒന്ന് പിടിച്ചെടുക്കാം. പുഡിംഗ് ഇതാ ഇവിടെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂനട്ടും ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. വളരെ ഈസിയായി തയ്യാറാക്കാവുന്ന റവ പുഡിംഗ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുവാനും മറക്കരുത്. മറ്റൊരു കിടിലൻ വീഡിയോയുമായി ഞങ്ങൾ വരുന്നവരെ എല്ലാവർക്കും ബൈ.